ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. എന്താണ് ക്രിസ്മസ്? ആകാശവും ഭൂമിയും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം സകല മഹത്വവും വെടിഞ്ഞ് സ്വർഗവാസസ്ഥലം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യരൂപത്തിൽ അവതാരം ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കുന്നതാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. മാത്രമല്ല, ക്രിസ്മസ് ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനത്തിൻ്റെയോ മാത്രം ആഘോഷമോ ആചാരമോ ആയ ഒരു സംഭവമല്ല. നേരെ മറിച്ച് ക്രിസ്മസ് എന്നതിനെ വിശുദ്ധ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ആട്ടിടയന്മാരോട് സന്ദേശമായി ആദ്യമായി അറിയിച്ചത്. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്ന അവസരങ്ങളിൽ ക്രിസ്തുമസ് ഒരു യാദൃച്ഛിക സംഭവമോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലുള്ള ജനനമോ ആയിരുന്നില്ല യേശുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനനം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ട് പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരുമൊക്കെ അരുളി ചെയ്ത പ്രവചനങ്ങളുടെയും തിരുവചനങ്ങളുടെയും ഒക്കെ നിവൃത്തിയായിരുന്നു യേശുവിൻ്റെ തിരുജനനം എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ തിരുവചനത്തിൽ വായിക്കുന്നു: ഇസ്രയേൽ എന്ന പേരിന് അർഹനായ യാക്കോബിന് കൊടുത്ത പേരാണല്ലോ ഇസ്രയേൽ എന്നുള്ളത്. അദ്ദേഹം തൻ്റെ 12 മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു തിരുവചനം വായിക്കുന്നു. അത് 49-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ യേശു കർത്താവ് ജനിക്കുന്ന ഗോത്രം ഏതാണ് എന്നുള്ളത് യാക്കോബ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്നു. മാത്രമല്ല, യേശു എവിടെ ജനിക്കും, യേശു എങ്ങനെയാണ് ജനിക്കുന്നത്, യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം തന്നെ കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞത് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പ്രവാചക പുസ്തകങ്ങളിൽ മീഖ എന്ന പ്രവാചകൻ അദ്ദേഹം എഴുതിയ പ്രവചനത്തിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു എവിടെയാണ് ജനിക്കുന്നത്. അതിങ്ങനെയാണ് വായിക്കുന്നത്: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ആയിരിക്കുന്നു എങ്കിലും ഇസ്രയേലിനെ അധിപതിയായവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് മീഖ തൻ്റെ പ്രവചനത്തിലൂടെ യേശു ബേത്ലഹേമിലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കർത്താവിൻ്റെ ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് അദ്ദേഹത്തിൻ്റെ പ്രവചന പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ യേശു ക്രിസ്തു എവിടെ ജനിക്കുന്നു, എങ്ങനെയാണ് യേശു ജനിക്കുന്നത്, എന്താണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ
പ്രത്യേകത എന്താണ്, ഉദ്ദേശം എന്താണ് എന്നൊക്കെ തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. പല പേരുകൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് യേശുവിനെ വിശുദ്ധ വേദപുസ്തകത്തിൽ വീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, യേശു എന്നുള്ള പേര് തന്നെയാണ്. അവൻ തന്നെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്ക് അവിടെ സുവിശേഷകനായ മത്തായി എടുത്ത് ഉദ്ധരിക്കുന്നു. യേശു എന്നുള്ള പേര് പലസ്തീനിൽ സർവ്വസാധാരണയായി പലർക്കും ഇടുന്ന ഒരു പേരുണ്ടായിരുന്നു. എന്നാൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യോസഫിൻ്റെയും മറിയയുടെയും പുത്രനായി ജനിക്കുന്ന യേശു, അല്ലെങ്കിൽ ആ കുഞ്ഞിന് യേശു എന്ന പേർ വിളിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവ ഉദ്ദേശമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോസഫിൻ്റെയും മറിയയുടെയും മകനായ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു എന്ന പേരിടണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം അവർക്ക് മുന്നറിയിപ്പായിട്ട് ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. രണ്ടാമത്തെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു. മാത്രമല്ല, പഴയ നിയമ പ്രവചനങ്ങൾക്ക് ശേഷം, അതായത് മലാഖി പ്രവാചകന്റെ പുസ്തകം അവസാനിച്ചതിന് ശേഷം ഏതാണ്ട് 400 വർഷക്കാലം യഹൂദ ജനം അവരുടെ മെസ്സിഹായ്ക്കായി കാത്തിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 1-ാമത്തെ അധ്യായത്തിൽ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്നൊക്കെ ജനിക്കുവാൻ പോകുന്ന ഇസ്രയേലിൻ്റെ രക്ഷകനായിരിക്കുന്ന അല്ലെങ്കിൽ മെസ്സിഹായെ കുറിച്ച് പ്രവചിച്ച പ്രവചനം നിൽക്കുമ്പോൾ ജനങ്ങൾ കാത്തിരുന്നു. അവരുടെ മെസ്സിഹ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് അവരെ ഭരിക്കുന്ന ഒരു കാലമുണ്ടാകും, അല്ലെങ്കിൽ മെസ്സിഹയുടെ വരവുണ്ടാകും എന്ന് കാത്തിരുന്ന നൂറുകണക്കിന് യഹൂദ വിശ്വാസികൾ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. മലാക്കി പ്രവാചകന്റെ ശേഷം രാഷ്ട്രീയപരമായും മതപരമായും ഒക്കെ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ജനങ്ങളായിരുന്നു യഹൂദ ജനങ്ങൾ. അവർ കാത്തിരുന്നു, അവരുടെ മെസ്സിഹ വരും, അവരെ രക്ഷിക്കുന്ന ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവരുടെ ശത്രുക്കളെയെല്ലാം നിർമൂലമാക്കി അവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കുന്ന മെസ്സിഹ വരും എന്ന് അവർ കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് യേശുവിൻ്റെ തിരുജനനം ഉണ്ടായത്. നമ്മൾ തിരുവചനത്തിലൂടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യേശുവിനെ അവർ മെസ്സിഹയായിട്ട് അംഗീകരിക്കുവാനായിട്ട് വിസമ്മതിച്ചതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, അവരുദ്ദേശിച്ച രീതിയിൽ ഒരു അമാനുഷിക ശക്തിയോട് കൂടിയുള്ള വ്യക്തിത്വമായിരുന്നു മെസ്സിഹ എന്നതിന് നേരെ വിപരീതമായി കഷ്ടപ്പെടുന്ന ദാസനായി, മറ്റുള്ളവരുടെ രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ ചുമക്കുന്ന ഒരു ദാസനായി, സാധാരണക്കാരനായി ജനിച്ച യേശുവിനെ അവരുടെ മെസ്സിഹയായിട്ട് കൈക്കൊള്ളുവാനോ കാണുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്നവർ ഒരു നക്ഷത്രം ജനിച്ചു. ആ ജനനം ഒരു രാജാവിൻ്റെ ജനനമായിട്ടാണ് നക്ഷത്രം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവരുടെ മാനുഷിക ബുദ്ധിയിൽ അവർ ചിന്തിച്ചു, തീർച്ചയായിട്ടും ഒരു രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയത്. നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടെ ചെന്നു ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് വിദ്വാൻമാർ ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ്. രാജാവ് പരിഭ്രമിക്കുന്നു, ആ ദേശം പരിഭ്രമിക്കുന്നു. ആ സമയത്ത് പ്രവാചകന്മാരും പുരോഹിതന്മാരും വന്ന് ന്യായപ്രമാണ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ, പ്രവാചക പുസ്തകം എടുത്ത് നോക്കുമ്പോൾ, മിഖാപ്രവചനം, നമ്മൾ മുമ്പ് വായിച്ച മിഖാപ്രവചനത്തിൻ്റെ വചനം രാജാവിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ്
യേശു രാജകൊട്ടാരത്തിലല്ല ജനിച്ചത്, ബേഥലഹേമിൽ. കർത്താവിന്റെ ജനനം നടന്നത് ബേഥലഹേമിലാണ്. ഔഗസ്തോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അവരുടെ പേർ വിളിച്ചേർത്തുവാനായിട്ടുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് യേശുവിൻ്റെ ജനനം സംഭവിക്കുന്നു. ആ സമയത്ത് ആടുകളെ മേയിച്ചു കൊണ്ടുവന്ന ഇടയന്മാരോട് ദൂതന്മാർ പാടിയ ആദ്യത്തെ ഗാനം നമ്മൾ വായിച്ചു മനസ്സിലാക്കിയല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. അങ്ങനെയാണ് യേശുവിൻ്റെ ജനനം. ഈ പുൽത്തൊഴുത്തിലല്ല കർത്താവ് ജനിച്ചത്, വഴിയമ്പലത്തിലുമല്ല കർത്താവ് ജനിച്ചത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പുൽത്തൊഴുത്തിൽ കിടത്തിയെന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ വഴിയമ്പലത്തിനും പുൽത്തൊഴുത്തിനും ഇടയിൽ എവിടെയോ ആ വഴിയാത്രയിൽ യേശുവിൻ്റെ ജനനം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപാട് പേരുടെ സാധ്യതകൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഒന്ന് ഹെരോദ രാജാവാണ്, യഹൂദിയ രാജകൊട്ടാരമാണ്, ദൂതന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, യോസേഫും മറിയയുമുണ്ട്, ദൂതഗണങ്ങളുടെ ഒരു ഗാനാലാപനമുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലും പെട്ട ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് യേശുവിൻ്റെ തിരുജനനത്തിൻ്റെ സന്ദേശം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൂതന്മാർ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ജനനം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിൻ്റെയോ ഒരു ജനത്തിൻ്റെയോ മാത്രം ആഘോഷമായിട്ടല്ല തിരുവചനം ഘോഷിക്കുന്നത്, സർവ്വജനത്തിൻ്റെയും ആഘോഷമായിട്ടാണ്. സർവ്വജനത്തിനും വേണ്ടിയാണ് കർത്താവ് ജനിച്ചത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി. ആ ഒരു സന്ദേശമാണ് ക്രിസ്മസിന് നമുക്ക് ലോകത്തിന് നൽകുവാനുള്ളത്. അതുകൊണ്ട് 2024 ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടങ്ങൾ യുദ്ധങ്ങളും കെടുതികളും അനർത്ഥങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ ലോകത്തിൽ ആശ്വാസത്തിൻ്റെ സന്ദേശവുമായി, സമാധാനത്തിൻ്റെ സന്ദേശവുമായി, പ്രത്യാശയുടെ സന്ദേശവുമായി ബേഥലഹേമിൽ ജനിച്ച കർത്താവിന് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കുടിലുകൾ കർത്താവിന് കിടക്കുവാനും വിശുദ്ധിയുടെ ശീലകളാൽ കർത്താവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുവാനും അവനിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളും സന്തോഷങ്ങളും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ച പ്രത്യാശയും മാനവരാശിക്ക് പകർന്നു കൊടുക്കുവാനും ഈ സന്ദേശം, ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്തോഷം. സമാധാനമില്ലാതിരിക്കുന്ന ജനങ്ങൾക്ക് സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കുക, കഷ്ടപ്പെടുന്നവരുടെ വേദനകളിലും യാതനകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നാം പങ്കാളികളായി തീരുക. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ സ്നേഹ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാകുക. അതിനായി ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.